അതിന്റെ അർത്ഥം. കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ സമ്മതിക്കില്ലായിരുന്നു എന്ത് മനസ്സിന്റെ അവസ്ഥയും രോഗങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷെ ഇപ്പം നമുക്കറിയാം സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഉണ്ട്. നമ്മുടെ പല ശാരീരിക വേദനകളുടെയും കാരണം മനസ്സിന്റെ തലത്തിലാണെന്ന് ഇന്ന് മെഡിക്കൽ സയൻസ് അംഗീകരിച്ച് അവരിത് പ്രചരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് there are spiritual somatic diseases. ആത്മീയ കേടുകൾ ശാരീരിക ക്ലേശങ്ങളായിട്ട് മാറാം. എല്ലാം അങ്ങനെയാണെന്നല്ല. ഈ ശാരീരിക ക്ലേശങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യം ഉണ്ടാകണമെന്നില്ലെന്ന്. എന്താ ചെയ്യണ്ടേ? ആത്മീയ സൗഖ്യം കിട്ടണം. ആത്മീയ സൗഖ്യം കിട്ടുമ്പോൾ അത് ശാരീരിക സൗഖ്യമായിട്ട് മാറും. ഒരു രോഗത്തിന് മരുന്ന് കഴിക്കേണ്ടെന്ന് പറയുന്ന മഠയത്തരമല്ല ഞാൻ പറയുന്നത്. ചിലത് അതിന് ആത്മീയ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആത്മീയ കാരണങ്ങൾ പരിഹരിക്കാതെ നമ്മൾ എന്തോരം ചികിത്സിച്ചിട്ടും വലിയ മെച്ചം ഉണ്ടാകണമെന്നില്ലെന്ന്. ഈശോ പിശാച് ബാധിതനെ സുഖപ്പെടുത്തി. പിശാച് ഇറങ്ങിപ്പോയപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി.